എന്താ പേര്? നീലാംബരി. നല്ല പേര്. എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. ഓ ഓ ഓ കുപ്പി വിളക്ക് ഇലക്കുന്നല്ലോ. വള കിട്ടി. നീ പയ്യെ ഒന്ന് കണ്ണൂർ നോക്കിയേട്ടാ. ആരാ ഇത്? ഞങ്ങളുടെ ചാക്കോച്ചന്റെ ഇവന്റിലൊക്കെ വന്ന് ചാക്കോച്ചനൊക്കെ ഭയങ്കര ആട്ടലൊക്കെ ആയിരുന്നു. എന്നെ ആട്ടൂലേച്ചി. ആണോ? ഞാനും ആട്ടും. ആകെ ഒരു പരിഭവം ഉണ്ടായിരുന്നു, ഇത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് നിർത്തി ഞങ്ങള്. നിർത്തിയാ? എന്റെ ദൈവമേ, നല്ലൊരു ന്യൂസ് അല്ലേ ഇത്? ചേച്ചിക്കാണെങ്കിൽ ഒരു ചിഹ്നം ഇതുപോലെ കൊടുക്കാൻ. ചേച്ചി ഇലക്ഷന് നിൽക്കുമ്പോ നിനക്ക് എന്താ വേണ്ടത്? എനിക്കോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടത്തോളം വരെ എനിക്ക് വേണ്ടി വന്നിട്ട് നിനക്ക് ചിഹ്നം തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും വേറൊരു രീതിയിലാണ്. ആയിക്കോട്ടെ, നമ്മ പറയണ കാര്യം നമ്മ പറയണം. അല്ല, ആരെങ്കിലും അതിന്റെ താഴെ മെസ്സേജ് ചെയ്തു, കമന്റ് ചെയ്തു, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. നമുക്ക് ആരെയും ഒരിക്കലും നിർത്തലാക്കാൻ പറ്റില്ല. ഒരാളെ ദ്രോഹിക്കരുത്, അത് മാത്രമേ ഉള്ളൂ. സലീമേട്ടന്റെ എന്ന് പറഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ പ്രായഭേദമന്യേ ഇങ്ങനെ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൈൽ സ്റ്റോൺ പ്രായം എന്നാ പറയണ അതിന്റെ ഇടയിലിട്ട് പിടിച്ചു നോക്കിയേ. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത്ത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. സലീമേട്ടാ, ഓ എന്ന് സ്വന്തം സലീം കുമാറിൽ സലീമേട്ടൻ ഏറെ പ്രിയപ്പെട്ട ഒരാൾ കൂടി ഇവിടെ എത്താൻ പോവാണ്. ഞാനൊന്ന് വിളിക്കട്ടെ? കണ്ണടച്ചിരിക്കണം സലീമേട്ടൻ. കണ്ണടച്ചിരിക്കുകയാണേ. കണ്ണടച്ച് ഇവിടെ ഒരാൾ ഇരിക്കുകയാണ്. കൈ മാത്രം, കണ്ണു തുറക്കരുത്, കൈ മാത്രം കൊടുത്തേ. സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എന്നിട്ട് പറയണം. കൈ മാത്രം, കൈ മാത്രം. കുപ്പി വിളക്കിലല്ലോ. കുപ്പി വിളക്കിലല്ലോ. ഒന്നുകൂടി ബാക്കി പാടിയേ. വള കിട്ടി. വള കിട്ടി. നീ പയ്യെ ഒന്ന് കണ്ണൂർ നോക്കിയേട്ടാ. ആരാ ഇത്? പെണ്ണ് കാണാൻ വന്ന് പോയിട്ട് ഇപ്പഴാ. അയ്യോ, നമ്മുടെ സ്വന്തം ലീല ചേച്ചി. സൗണ്ടൊക്കെ മാറ്റി നല്ല ആളാണ്. ലീല ചേച്ചി എന്ന് പറയുമ്പോ എന്താ സലീമേട്ട ആദ്യം പെട്ടെന്ന് ഓർമ്മ ആ പെട്ടെന്ന് ഓർമ്മ വന്നത് സൂത്രധാരനല്ലേ? നമ്മൾ സൂത്രധാരൻ. എന്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കണം. അപ്പൊ എന്നെ കണ്ടൊന്നും വലിയ പരിചയമില്ല ലളിത ചേച്ചിക്ക്. അപ്പൊ ദിലീപിനെ പരിചയപ്പെടുത്തി തന്നു. ദിലീപ് പരിചയപ്പെടുത്തി തന്നു. ഞാൻ വിചാരിച്ച തമിഴനാണ്. അപ്പോൾ എനിക്ക് സിനിമയില് ഞാൻ ആദ്യമായിട്ട് സലീംകുമാറിന്റെ അമ്മയായിട്ട് അഭിനയിച്ചു. ആദ്യത്തെ മകനെ കിട്ടിയത് സിനിമയില്. ആദ്യമായിട്ട് എനിക്ക് എന്റെ മകനായിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. പിന്നെ പുലിവാൽ കല്യാണം നടക്കുമ്പോഴാണ് ചേച്ചി പറഞ്ഞു, സലീമേ നിങ്ങളൊക്കെ അഭിനയിക്കാൻ പോകുമ്പോ ചെയ്ത കാര്യം ഡയറക്ടേഴ്സ്മാരത് പറയണം. ഞാൻ പറയൂലെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പരാത്തേക്ക് വല്ലാത്ത വിഷമം പോയത്. ഞാൻ പറഞ്ഞു എന്റെ കാര്യം ഒന്ന് പറയണം കേട്ടോ, എന്റെ കാര്യം കൂടി ഒന്ന് പറയണം നിങ്ങളൊക്കെ പോകുമ്പോ. ഞാൻ പറയില്ല. എന്റെ ദൈവമേ, മുഖത്തടിച്ചതുപോലെ. അത് അന്വേഷിച്ച ആൾക്കാർ വന്നോളൂ. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചാൽ അതെന്താ? ഒന്നുമില്ല, ഞാൻ പറയില്ല. പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ, അന്വേഷിച്ച ആൾക്കാർ വന്നോളും. ഇത്രയും നല്ല സംഭവങ്ങളൊക്കെ ചെയ്യണില്ലേ, അങ്ങനെ. അല്ല, സൂത്രധാരൻ അമ്മയും മകനുമായിട്ട് എന്റെ മോൻ അതിലല്ലേ മറ്റേ ലീലാകൃഷ്ണൻ. അതന്നെ. അത് ആദ്യം മഞ്ഞപ്പിത്തായിട്ട് പുള്ളി കിടക്കുമ്പോ ആശുപത്രി കൊണ്ടുവന്ന് കിടത്തിയിട്ട് പിന്നെ ദിലീപ് വന്നിട്ട് ഹോമിയോ അല്ലേ, അപ്പൊ അത് വേണ്ടെന്നൊക്കെ പറയുമ്പോ ഞാനാണ് പിന്നെ എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാലും ഞാൻ സഹിച്ചോളാന്നും പറഞ്ഞിട്ട് ആദ്യം എനിക്ക് സിനിമയിൽ കിട്ടിയ എന്റെ മോനാണ്. രജനീകാന്തിന്റെ മുത്തശ്ശി വരെ ആയി. അത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഓരോ പടത്തിലും എനിക്ക് അമ്മ വേഷങ്ങള് അല്ലെങ്കിൽ പാർട്ടി ക്യാരക്ടർ മുത്തശ്ശി വേഷം കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ എൻ്റെ ആദ്യത്തെ മകൻ സലീം കുമാർ. അല്ല, അങ്ങനെ ആരോടെങ്കിലും പറയുമെന്ന് പറഞ്ഞ ആൾക്കാര് രജനീകാന്തിന്റെ മുത്തച്ഛിയൊക്കെ ഇട്ട് അഭിനയിച്ചില്ലേ? പാട്ടിയായിട്ടല്ലേ? പാട്ടി മുത്തശ്ശിയായിട്ട് അഭിനയിച്ചു. രജനീകാന്തിന്റെ ശശികുമാറിന്റെ
പക്ഷെ ആദ്യത്തെ എൻ്റെ മകൻ അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ സലിമാനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ മകനാണിത്. മകൻ എങ്ങനെയാണ് സെറ്റിൽ, എങ്ങനെയാണ് ഭയങ്കര സലീമേട്ടൻ എങ്ങനെയാ? അയ്യോ, ഞാനായിട്ട് കാണുമ്പോഴൊക്കെ ചിരിയല്ലാതെ ഒരു കാര്യമില്ല. ഒറ്റ കാര്യത്തിനെ ദേഷ്യം അടിച്ചുള്ളൂ. എൻ്റെ പേര് പറയണം വേറെ ഏതിലേന്ന് അത് ഞാൻ പറയില്ല, അത് അന്വേഷിച്ചു വന്നോളും. വേറെ ഒക്കെ എന്നോട് എപ്പോഴാണെങ്കിലും ശരി. ബുദ്ധിമുട്ടാണോ ഈ ഭയങ്കര നല്ല ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ചേച്ചി ഇങ്ങനെ കട്ടയ്ക്ക് പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണോ സലീമേട്ടനായിട്ട്? എനിക്ക് അങ്ങനത്തോരോട് കട്ടയ്ക്ക് പിടിച്ച് നിൽക്കാനാണ് ഇഷ്ടം. അങ്ങനെ കാരണം എന്താണെന്നറിയാം, ഇപ്പം സലീംകുമാറിനൊക്കെ ഉള്ളൊരു ഗുണം എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പുള്ളി എന്തെങ്കിലും ഇട്ട് തരും, അത് കട്ടയ്ക്ക് നിന്നോളണം. അത് നമുക്കും കൂടി ഒന്ന് ഉയരാനുള്ള ഒരു വഴിയാണ്. നേരെ മറിച്ച് പുള്ളി അങ്ങ് താണുമ്പോൾ നമ്മളും താണല്ലേ നിൽക്കുകയുള്ളൂ. പുള്ളി അത് നന്നായിട്ട് നമ്മൾക്ക് പരസ്പരം ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ളത്. എനിക്കൊന്ന് പുലിവാൽ കല്യാണത്തിൽ ഒരുപാട് സീക്വൻസ് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ചേച്ചി? ഇത് ഈ മക്കളെല്ലാം ഹരിശ്രീ അശോകേട്ടന്റെ മക്കളല്ല. വേറൊരു ഡെലിവറി ഉണ്ട്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. അതാ ഞാൻ ഇപ്പൊ പറയണേ, കുളിപ്പിക്കാൻ ചട്ടിപൂർത്തിയാണ് വണ്ടിമിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എൻ്റെ താരണം പുള്ളീനെ കുളിപ്പിക്കുകയാണെന്ന്. എന്താടോ ഇവിടെ കഴിഞ്ഞ ഇവിടെയാണ് കുളിക്കാനുള്ള സമയം, ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. ആരാ? ഞാൻ തന്നെ. അപ്പൊ പുള്ളി പറഞ്ഞ പ്രായപൂർത്തിയല്ല ഷഷ്ടിപൂർത്തിയാന്ന്. പിന്നെ സലീംകുമാറിനെ അറിയണേ ഏറല്ലേ, മറ്റേ അല്ല അത് അശോകനെ അറിയാം. അത് അശോകേട്ടനല്ലേ? വേറെ ഏതെങ്കിലും മൊമെന്റ് ഓർമ്മയുണ്ടോ പുലിവാൽ കല്യാണത്തിന് ചേച്ചി? കാരണം നിങ്ങൾ ആ ഏറ്റവും വലുതാ മറ്റേ പാർട്ടിക്ക് പോകുമ്പോഴത്തേക്കും അച്ഛനാണത്രേ. അച്ഛൻ അല്ലല്ല പിന്നെ കലക്ടർ കലക്ടറാണ് എന്ന് പറയണത്. പിന്നെ കൊച്ചിൻ ഹനീഫയുടെ മുഖത്തേക്ക് ധാരാവി എന്ന് പറഞ്ഞ് മുടി വലിച്ചെറിയണത്. കല്യാണം മുടങ്ങിയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വന്നതിന് ശേഷം അപ്പൊ എന്നിട്ട് പറയണ്ടല്ലോ, അതെ നിനക്കും കൂടി ഉള്ളതാടാ മണവാളം തെണ്ടി. മണവാളം തണ്ടി അത് മണവാളനായിട്ട് നിൽക്കുവാണല്ലോ. അപ്പൊ വന്നിട്ട് പറയുമ്പോഴൊക്കെ നിങ്ങൾ ഇത് കേട്ട് അതിനും ധാരാവി എന്നതിൽ ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടോ? തേടാ നിന്റെ ഊച്ചാളി എന്ന് പറഞ്ഞ മുഖത്തേക്ക് എറിയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയും സലീംകുമാറിൻ്റെ അടുത്ത്, എടാ നിനക്കും കൂടി ഉള്ളതാടാ മണവാളം തെണ്ടീന്ന്. കുറെ കറക്റ്റ് ഇതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതൊന്നും മറക്കാൻ പറ്റൂല. കാരണം എൻ്റെ വീടിൻ്റെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കുന്നത്, എൻ്റെ ധാരണ അവരെ കുളിപ്പിക്കുകയാണ്. നല്ലൊരു വർക്കായിരുന്നു. എന്നാലും സലീമേട്ടൻ എന്ന് പറയുമ്പോ വേറെ ഏറ്റവും ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്താണ്? കാരണം സലീമേട്ടൻ അത്രയും എല്ലാവരുമായിട്ട് വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് സലീമിനെ കുറിച്ച് പറഞ്ഞാൽ ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഞാൻ സലീംകുമാറിൻ്റെ വീട്ടിൽ വരെ പോയിട്ടുണ്ട്, വീട്ടിലും പോയിട്ടുണ്ട്. ഒരു ഫംഗ്ഷനോ കാര്യമോ ഒന്നും ഉണ്ടായിട്ടല്ല. സലീംകുമാർ അവിടെയാണെന്ന് ഓർക്കണുണ്ടോ? ഒരു ദിവസം സലീംകുമാർ ഉണ്ടായിരുന്നു അവിടെ. വീട് കാണാൻ വേണ്ടി തന്നെ പോയി. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. പിന്നെ എപ്പോഴാണെങ്കിലും ശരി, ഞാൻ എവിടെയെങ്കിലും ഞങ്ങൾ വെച്ച് കാണും. എപ്പോൾ കണ്ടാലും ശരി, ഒരു മുഖം തിരിച്ചിട്ടില്ല ഇന്ന് ഈ സമയം വരെ. എൻ്റെ അടുത്ത് നാളത്തെ കഥ നമുക്ക് പറയാൻ പറ്റില്ല, ഈ സമയം വരെ മുഖം തിരിച്ചിട്ടില്ല. പിന്നെ വൈഫിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ബാങ്കിൽ വരുമ്പോൾ മിക്കവാറും കനറ ബാങ്കിൽ വരുമ്പോൾ കാണും, ശരിക്കും വർത്താനൊക്കെ പറയും. മനസ്സിലാവില്ല. പിന്നെ എന്നോട് ഇങ്ങോട്ട് എന്നെ മനസ്സിലായി. അതാണ് എന്തായാലും ഈ മോനെ കുട്ടികളെ അന്ന് വീട്ടിൽ വന്നപ്പോൾ രണ്ടാളും ഉണ്ടായിരുന്നു. അന്ന് കണ്ടതാട്ടോ. മറ്റേ ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് അറിയണത്. ഞാൻ അവനോട് പറയാം, എടാ ഈ പടത്തിന്റെ പേര് ഇരിക്കുന്ന പോണം കാണാനെന്ന്. എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ യൂട്യൂബ് അതൊന്നും നോക്കാറില്ല. ഇപ്പോഴാണ് അറിയണത്. ഒരുപാട് സന്തോഷം തോന്നി എനിക്ക്. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇത്രയും നല്ല ഒരു കലാകാരൻ, അദ്ദേഹത്തിന്റെ ഒരു മകൻ ഇതുപോലെ വന്നിട്ട് ഇതാവുക. പിന്നെ സലീംകുമാറിന്റെ കണ്ണെന്നൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞ കാണാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അല്ല ഈ കണ്ണാണോ ചിരിയാണോ ഇഷ്ടം സലീമേട്ടന്റെ? എനിക്ക് സലീമിനെ മൊത്തം എനിക്ക് വേർതിരിവില്ല. അല്ല ഇത് ഞാൻ തമാശ പറഞ്ഞല്ല. കാരണം ഇപ്പോൾ കണ്ണ് അല്ലെങ്കിൽ ചിലർക്ക് കണ്ണ് ഇഷ്ടമാണ്, ചിരി അതാ. പക്ഷെ അതാ എനിക്ക് പുള്ളിയുടെ മൊത്തം ഇഷ്ടമാണ്. ഓരോ സിലിപ്പ് ഇതിനകത്ത്. പക്ഷെ ഇതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ആ വയസ്സായ ആ വേഷമൊക്കെ ചെയ്തിട്ട് ഞാൻ തന്നെ ഫോട്ടോ കണ്ടിട്ട് തന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ പടം കാണാറില്ലല്ലോ. പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ അല്ലേ കാണുള്ളൂ. ഇനി നിങ്ങൾക്ക് രണ്ടാൾക്കും പരിചയമായിട്ടുള്ള ഒരാളും കൂടി ഒന്ന് വീഡിയോയിൽ വരാൻ പോവാണേ. അതെ, ആ വീഡിയോ ഒന്ന് നോക്കിയാലോ, കണ്ടു നോക്കിയാലോ? സലീം കുമാർ
വിനീതേട്ടാണ്. സലീം കുമാർ പറഞ്ഞാൽ ചിരിക്കാനില്ലാതെ വേറെ ഒരു വഴിയില്ല. എത്രയോ ചിരിച്ചിട്ടുണ്ട് സലീമിന്റെ കൂടെ ചെയ്ത പടങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നുണ്ട് ചതിക്കാത്ത ചന്തൊക്കെ എത്ര ടേക്സ് ആണ് ഇദ്ദേഹത്തിന്റെ. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, കൂടെ അഭിനയിച്ച എല്ലാവരും, ജയസൂര്യ ആയാലും ഞാനായാലും. സലീം അത്രയും ഒരു ഇൻക്രെഡിബിൾ ആർട്ടിസ്റ്റ്. ആൻഡ് അദ്ദേഹം ഹ്യൂമറിൽ നിന്ന് പിന്നെ അദ്ദേഹം സീരിയസ് റോൾസ്, ക്യാരക്ടർ റോൾസ് അതിഗംഭീരമായിട്ട് ചെയ്ത ഒരു വളരെ വെർസറ്റൈൽ ആക്ടർ. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻസ് തന്ന ഒരു വലിയ ഗ്രേറ്റ് ആക്ടർ. ഈ ഒരു അവസരത്തിൽ എല്ലാവിധ ആശംസകളും. ലോട്ട് ഓഫ് ലവ്, മച്ച് ലവ് ടു സലീം കുമാർ, ബിക്കോസ് ഹീസ് ലൈക്ക് മൈ ബ്രദർ. ആൻഡ് ഐ എം സോ ഹാപ്പി ഹിസ് സൺ ഇസ് ആ ലെഗസി കണ്ടിന്യൂ ചെയ്യാണ്. സോ ഓൾ മൈ ബെസ്റ്റ് വിഷസ് ടു സലീം ആൻഡ് ഹിസ് ഫാമിലി. വിനീതേട്ടാണ് സലീമേട്ടനെ വിഷ് അറിയിച്ചത്. ചതിക്കാത്ത ചന്തുവിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ആ ചതിക്കാത്ത ചന്തുവിൽ എന്തെങ്കിലും മറക്കാനാവാത്ത ഒരു ഇതുണ്ടായിരുന്നോ സലീമേട്ടാ? ചതിക്കാത്ത മറക്കാറൊന്നുമില്ല. വിനീത് ഞാനായിട്ട് അല്ല, ആ വേഷം കെട്ടി അമേരിക്കയിൽ ഞങ്ങൾ മമ്മൂക്കട ഷോ പോയിരുന്നു. ഓക്കെ. വളരെ നിസ്സാര പേരുണ്ടായുള്ളൂ. മമ്മൂക്ക, വിനീത്, ദിവ്യ ഉണ്ണി, അങ്ങനെ വളരെ നിസ്സാര പേരുണ്ടായുള്ളൂ. വേണുഗോപാൽ, അങ്ങനെ സ്കിറ്റ് കളിക്കുമ്പോൾ ഇവൻ ചിരിക്കും എപ്പോഴും. ഞാൻ വരുമ്പോ ചിരിച്ചിട്ടാണ് ഒരു ഡയലോഗ് പറയണ. സലീമേട്ടനെ കാണുമ്പോഴേ ചിരി തുടങ്ങും. അപ്പൊ ഞാൻ അച്ഛനായിട്ടാണ്, ഇവൻ മകനായിട്ടാണ് അഭിനയിക്കുന്നത്. ഒടുക്കത്തെ ചിരിയാണ് ഇവൻ തുടങ്ങുമ്പോ തന്നെ. അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടോ സലീമേട്ടനെ കാണുമ്പോ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത? കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചിരി ഓഡിയൻസ് നോക്കിയിട്ടില്ലേ? സലീമേട്ടൻ എന്നാ പറഞ്ഞു? ചിരിക്കണ്ട. അങ്ങനെ ഈ സ്റ്റേജിന്റെ കാര്യം പറയുമ്പോഴേ സലീമേട്ടൻ ഒത്തിരി സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സ്റ്റേജിൽ മറക്കാനകത്ത് അധികം ഷെയർ ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ? എല്ലാം ഷെയർ ചെയ്ത് പോയി. ആണല്ലേ? ഇല്ല, ഞാൻ നോക്കിയൊന്നുമില്ല പോന സമയത്ത്. കണ്ടോ? നോക്കി ഷെയർ ചെയ്യാൻ വല്ല ഉണ്ടാന്ന് ഒന്നുമില്ലെന്ന് പറഞ്ഞു. എന്തായാലും ലീല ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം സലീമേട്ടൻ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേയിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഓൾറെഡി ഞങ്ങളുടെ ചാക്കോച്ചന്റെ ഇവന്റിലൊക്കെ വന്ന് ചാക്കോച്ചനൊക്കെ ഭയങ്കര ആട്ടലൊക്കെ ആയിരുന്നു. എന്നെ ആട്ടൂലേ? ആണോ? ഞാനും ആട്ടും. അതപ്പോ ഒരു സ്റ്റെപ്പ് മുന്നേ നിക്കായാട്ടാ, അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ചു. അയ്യോ സത്യം കേട്ടോ ചേച്ചി, ഇത്ര അച്ചടക്കത്തോടെ എനിക്ക് തോന്നുന്നു ഇരിക്കുന്ന സലീമേട്ടൻ അടുത്താ. എന്താ അറിയാമോ, ആട്ടെന്ന് വെച്ചാ ചേട്ടനോട് പറയും, ചേച്ചി ആ പടത്തിൽ ചാക്കോച്ചന്റെ വീട്ടിൽ ആ വേഷം ചെയ്തേ, ഇതിന്മേ തുടങ്ങുള്ളൂ. പുലിവാൽ കല്യാണത്തില് എന്നോട് ഞാനായിട്ടുള്ള വേഷം ചെയ്യാൻ പറഞ്ഞാൽ അപ്പൊ തന്നെ ഇവിടെ പെണ്ണുങ്ങൾ കുളിക്കാൻ പെട. അതേപോലെ ഒരുപാട് മൂവ്മെന്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. മമ്മൂക്ക് വന്നാലും ഏതെങ്കിലും പടത്തിന് ഉണ്ടാവും. അതെന്ത് ചേച്ചി? ചേച്ചി എന്നാലും ഒന്ന് വെറുതെ ക്യാമറ നോക്കി ഒന്ന് ആട്ടി എന്തെങ്കിലും പറയാവോ? അല്ല, കോച്ചിയുടെ ആ പരിപാടിക്ക് ഞാൻ ആട്ടി പറഞ്ഞയച്ചതാ സ്റ്റേജിൽ നിന്ന്. പിന്നെ ഇതിവിടെ വന്നിരുന്നത് ഞാൻ അറിഞ്ഞു. പക്ഷെ സീരിയസ്ലി ഞാൻ പറയാം, എത്രയോ ഷോയ്ക്ക് ഞാൻ ചേച്ചീനെ കണ്ടിട്ടുണ്ട്. ഇത്രയും മാനവും മര്യാദയായിട്ട് ഒരു പൂച്ചക്കുട്ടിയെ പോലെ വന്നിരിക്കണത് ഈ ഒരേ പരിപാടിക്ക്. ഇല്ലെങ്കിൽ എന്നെ കണ്ടുടനെ സ്റ്റേജിൽ കയറി ചേച്ചി എന്തെങ്കിലുമൊക്കെ പറയും. ഇന്ന് മലയാളി മങ്കയായിട്ട്, ഈ മലയാളി മങ്കയെ പറ്റി എന്താ പറയുക? തറവാട്ടുകാർ കണ്ട തിരിച്ചറിയുന്നുള്ളതാണ്. അത് തന്നെ. അത് ഉത്തരം എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി മോളെ. ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കും പോലെ എന്റെ മോൻ തന്നിരിക്കും. അല്ല, ഇന്ന് പ്രൊഡ്യൂസർ ഇവിടെ നിന്ന് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു, ചേച്ചി ഇങ്ങനെ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി ഒരു മലയാളത്തെ ടച്ചിലെത്തണം. അതുകൊണ്ടാണോ? ഏത് പ്രൊഡ്യൂസർ? ഇവിടത്തെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു, എന്നോട് തുണി എടുക്കാണ്ട് വന്നാ അത്രയും നല്ലതെന്നാ പറഞ്ഞത്. അങ്ങനെ പറയാ? എനിക്കറിയില്ല. അല്ല, എന്നോട് തുണിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. ഇനി അത് പറയാനായതുകൊണ്ടാണോ പറയാൻ തോന്നില്ല. അല്ല അല്ല, ഇപ്പോഴത്തെ ഫാഷനിൽ വല്ല നിക്കറൊക്കെ ഇട്ട് എടി തുണി ഉടുക്കാണ്ടെന്ന് പറഞ്ഞാൽ തുണി അഴിച്ചിട്ട് വരിക എന്നാണോ അർത്ഥം? അല്ല, നിക്കറൊക്കെ ഇല്ലേ സലീമ? നമ്മള് എന്തോ ഓരോ ആൾക്കാർ നമ്മൾ തന്നെ നോക്കിക്കാറുണ്ട്. തുണി ഉടുക്കാതെ തുണി ഇല്ലാതെ. അങ്ങനെയല്ല. ഇനിയിപ്പൊ ഞാൻ എങ്ങനെ ഇതൊക്കെ ഇട്ടല്ലേ വരുന്നത്? ചിലപ്പോ ചുരിദാറൊക്കെ ഇടും. ഇനിയിപ്പൊ അവര് ഞാനൊരു ഇത്രക്കെട്ടുള്ളതിനൊക്കെ എന്താ പറയാ? ഇങ്ങോട്ട് നോക്ക്, ഇവിടേക്ക് ഇവിടം വരെ ഇറക്കമുള്ളതൊക്കെ ഇട്ട് വരുന്നതിന് എന്താ പറയാ? അത് വോഗ് സ്റ്റൈൽ. വോഗ് സ്റ്റൈൽ.
നാരായണസ്വാമി എഴുതി പഠിക്കണം ആദ്യം. എഴുതി പഠിക്കണം അല്ല മോനെ. എന്നാലും ചേച്ചി ആ കീറിയ ഇപ്പോഴത്തെ ട്രെൻഡ് അറിയില്ലേ സലീമേട്ട, ഫുൾ ഊട്ടയായ ജീൻസും ഷർട്ടും ആണ് എല്ലാരും ഇടുന്നത്. അതൊക്കെ സലീമേട്ടിന് ഇഷ്ടമാണോ? അതൊക്കെ എനിക്ക് ഇഷ്ടമല്ല. എന്റെ അല്ല എന്ത് അതൊക്കെ ഇടാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മള് പണിക്ക് പോണതും അല്ലേ. എന്നെ കീറി ഷർട്ട് ഇടിക്കല്ലേ ഭഗവാനെ അല്ലേ. സത്യമായിട്ട് ജോലിക്ക് പോകുന്നത് തുന്നി കഷ്ടപ്പെട്ടാണെങ്കിലും കൂട്ടിയ തുണിയൊന്നും ഇടാൻ ദൈവമേ. കഴിയേറിയിട്ട് അവനവന്റെ ദേഹം എന്നെ പകുതി ഒരിക്കലും- കാണുന്നത് ഇടരുത്. അല്ലല്ലേ സത്യമാ. കീറി പറഞ്ഞ ഡ്രസ്സുകൾ ഇടിക്കല്ലേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഏട്ടാ, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഫുള്ള് കീറിയത്. പിടിച്ചേ കുണ്ടിമ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടക്കെ അടക്കെ എന്നുണ്ടോ രണ്ടടി കൊടുക്കുക. അതെ അല്ല ഏട്ടാ, ഇപ്പൊ അതുപോലെ വേറൊരു ട്രെൻഡ് ഉണ്ട്, ലോ വേസ്റ്റ് ജീൻസ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഓ. ഈ ഏറ്റവും താഴ്ത്തി ഇടത്തുള്ളൂ, അതായത് നമ്മുടെ ആ ബാക്കി എല്ലാം കാണുന്ന രീതിയിൽ. അതെ. അതിനോട് എന്താണ് സലീമേട്ടന്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ്? അതെ ഇത് ചില ഇത് ഇവിടെ ഇല്ലേ ഇങ്ങനെ ഈ ഫ്ലോറ് അതിന്റെ ഇടക്ക് കുത്തിപ്പൊളിഞ്ഞ പോലത്തെ ഒരു ഇത് കാണാൻ പറ്റും ആ അങ്ങനെ അല്ലേ. ആ ആ അല്ല ഞാൻ എന്താ പറയണ്ട അത് അങ്ങനെ കാണുന്ന ഇഷ്ടമല്ല സലീമേട്ടൻ, വലിയ താല്പര്യമില്ല. അല്ല അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മള് അതിന് ചീത്ത പറഞ്ഞാല് ഇതിന്റെ അടിയിൽ ഒരുപാട് പേര് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് ഒന്നാമത് അവരതങ്ങനെ ഇടാൻ കാര്യം എന്താ അറിയോ? അവരതിന്റെ അടിയിൽ ഷെഡ് ഇട്ടുണ്ട് എന്നുള്ള ആൾക്കാർ കണ്ടോട്ടെ എന്നറിയാൻ വേണ്ടിയിട്ടാ. ഈ ചന്തി വരെ ഉണ്ടാവും ഷെഡിയുടെ കളർ. ഇന്ന് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവരെ ഷെഡിയുടെ കളർ എന്താന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതെ അതെ സത്യമായിട്ട് ഞാൻ ചിലപ്പോൾ പിള്ളേരിങ്ങനെ ആർട്ടിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇതാകുമ്പോൾ ഞാൻ പറയടാ ഒന്ന് കയറ്റടാ മേലോട്ട് എന്ന്. സത്യം എന്ത് അതൊക്കെ മഹാ ബോറന്നെ. അല്ലെങ്കിലേ മുകേഷ് പണ്ട് പറഞ്ഞല്ലേ ചേച്ചിക്ക് ചേച്ചി ഭാര്യയല്ലേന്ന്. എനിക്ക് ഞാൻ തന്നെ ഭാര്യ. ഇത് കേട്ടാ പോരെ ഇനി ഏതെങ്കിലും പിള്ളേരെന്നെ. അതുകൊണ്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നേ. നമ്മൾ ഒന്നാതെ ഏറില്ല. അത് ശരി. എന്നിട്ട് അത് നമ്മുടെ പേരിലേക്ക് അല്ലേ? അടിപൊളി മിടുക്കി. എന്തായാലും ഇത്രയും ചേച്ചീനെ സുന്ദരിയായിട്ട് ഇന്ന് കണ്ടതിലുള്ള, മിടുക്കിയായിട്ട് കണ്ടതിലുള്ള, മാന്യമായിട്ട് ചേച്ചീനെ ഇന്ന് ഞാൻ വീണ്ടും കണ്ടു. ഒരുപാട് സന്തോഷം അപ്പോൾ ചേച്ചി വന്നതിന്. അതെ അതൊക്കെ ശരിയാണ്. അതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഞാൻ നിന്റെ രീതിക്ക് വരല് എങ്ങനെയാണ്? ഇതുപോലെ തുണി ഉടുത്തല്ലേ ഞാൻ വരല്? അല്ല ചേച്ചി ഇന്ന് തുണി ഉടുക്കാതെയാണോ വരല്? അല്ലെന്ന് ചേച്ചി ഇന്ന് കുറച്ചുകൂടെ ഭംഗി തോന്നി എനിക്ക്. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. ഭംഗിയായിട്ടുണ്ടെന്ന്. അതെ സന്തോഷം. എന്തായാലും ഇത് കുറച്ച് ആൾക്കാരെങ്കിലും കേൾക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഭംഗിയായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആരെങ്കിലും നല്ല വർക്കിന് വല്ല വിളിക്കുമല്ലോ അല്ലേ? പറയില്ല ഞാൻ. എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി. വലിയൊരു കൈഡി എടുക്കുന്ന ചേച്ചിക്ക് ഞങ്ങളുടെ ഷോയിൽ ഉടനീളം ഇരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ചേച്ചിയോട്. എന്ത് അതെ എന്ത് റിക്വസ്റ്റ് ചെയ്ത്? എന്തിപ്പോ റിക്വസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ചേച്ചി, ഇതേ ഞങ്ങളോടൊപ്പം ഷോ കാണാനിരിക്കണം. അത്രേ. അപ്പൊ എനിക്ക് പോവാലോ അല്ലേ? താങ്ക് യു ആണ്. ഓക്കെ ഇനി താങ്ക് യു ചേച്ചിക്ക് ഒരു വലിയ താങ്ക്സ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഒന്ന് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇരിക്കാം. ഓക്കെ ഇനി സലീമേട്ട ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് നമ്മൾ ഈ വേദിയിൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോണ. സലീമേട്ട കാണാനായിട്ട് ഒരു പെൺകുട്ടി വരാൻ പോവാണ്. പെണ്ണ് കാണൽ എന്നെ പരിചയമുള്ള പെണ്ണാണോ അല്ല എനിക്ക് പരിചയമുള്ള പെണ്ണാണോ? അതൊക്കെ നമുക്ക് നോക്കാം. ആള് വന്നാലേ ഞാൻ പറയുള്ളൂ. ആ പെൺകുട്ടി വരട്ടെ വിത്ത് ചായക്കപ്പ്. നീയായിരുന്നല്ലേ? ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരു പെൺകുട്ടി വരുമെന്നൊക്കെ പറഞ്ഞു. പരിചയമുണ്ടോ പരിചയമില്ലേ? അതെന്താട്ടാ ഞങ്ങളുടെ ഈ പെൺകുട്ടിക്ക്? അത് പെൺകുട്ടിക്കൊന്നുമില്ല എനിക്ക്. ഒരു വാഴക്കൽ ഞാനേ തൊണ്ട വരണ്ടിരിക്കാണ്. അപ്പൊ തലക്കടിച്ച് പൊട്ടിക്കണം. ചേച്ചി ചായ നിറച്ചില്ല. പ്രിയങ്ക ഭയങ്കരമായിട്ട് ഓടിയൊരു ഒരു സംഭവമാണ് അല്ലെ ആ പെണ്ണ് കാണല്. അസാധ്യമായിട്ട് പുലിവാൽ കല്യാണത്തില് അത് കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. ലോക മലയാളികൾ ആ സീൻ കാണാത്ത ആളുകളുണ്ടാവില്ല. എന്നെ ഏത് സ്ഥലത്ത് ചെന്നാലും എന്താ പേര് നീലാംബരി, അതാണ് എല്ലാവരും ഒന്നായിട്ട് ആ ഒരു ഇത് മാത്രം. അതാണ് ചായ കൊണ്ട് വന്നേ. ഞാൻ ഒരിക്കലും അന്ന് ചെയ്തതിന്റെ 10-11 തമ്മുള്ള വെറുതെ ഒന്ന് എനിക്ക് അത് വേണമെങ്കിൽ എല്ലാം വേണം എനിക്ക്. ആണ് മനസ്സിലായി. പേര് വെച്ചാലും അത് ചോദിക്കാം. ഒന്ന് വെറുതെ ഒന്ന് ഓർമ്മ. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അത് നന്ദു ഉണ്ട്, ജയസൂര്യ ഉണ്ട്, അനീഫ്ക ഉണ്ട്, അത്ര പേരില്ലേ? അതെനിക്ക് ഒരിക്കലും കിട്ടാൻ പോണില്ല. ആണോ? എനിക്ക് ഒരിക്കലും കിട്ടാം. എന്നല്ലേ പ്രിയ ചേച്ചി? ഓയ്യോ അല്ല ആ സീൻ ഭയങ്കര രസമാണത്.
അതൊക്കെ എഴുതി ഉണ്ടാക്കിയതാണ് കേട്ടോ അന്ന്. അപ്പ അത് അന്നേരത്ത് വന്ന സംഭവമാണ്. അന്നേരം ചെയ്തത്. വന്നു, പേര് ചോദിച്ചു, ഞാൻ നീലാംബരി എന്ന് പറഞ്ഞു. എന്താ ജോലി എന്ന് ചോദിച്ചപ്പോ അമ്മയെ സഹായിക്കലാന്ന് പറഞ്ഞു. ഒഴിവ് സമയം കിട്ടാറെന്ന് വെച്ചാൽ എനിക്ക് അല്ല അതൊക്കെ ഉള്ളതാണ്, സീനുണ്ട്. അതിനിടയ്ക്ക് അതെ, ഇടയ്ക്കുള്ള സംഭവമാണല്ലോ. ആ സംഭവം ഞങ്ങളുടെ സംഭവങ്ങളല്ല, പ്രിയങ്കയുടെ സംഭവം ഉള്ളത് തന്നെയാണ്, സീനുള്ളതാണ്. ചേട്ടന്റെ ചിരിയൊക്കെ ചേട്ടൻ അതെ. അല്ല എനിക്ക് തോന്നുന്നു ചേച്ചി സലീമേട്ടായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോ എങ്ങനെയാണ് ശരിക്കും? നമ്മളൊന്ന് പിടിച്ചു നിൽക്കാൻ ഒന്ന് കഷ്ടപ്പെടുവോ? അല്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലല്ലോ, വേറൊരു ലൈനിലാണ്. ചെയ്യുമ്പോലെ നമ്മള് അത് എല്ലാരും കൂടെ ഉള്ള സീനാകുമ്പോ എൻജോയ്മെന്റിനാണത്. പുലിവാൽക്കല്ലിൽ ലാസ്റ്റ് സീനൊക്കെ നമ്മള് ക്ലൈമാക്സ് തന്നെ കെട്ടിക്കൊണ്ടിരുന്നല്ലേ. അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സീൻസ് ആണ് നമ്മുടെ. അതൊക്കെ അങ്ങനെ ബുദ്ധിമുട്ട് ആ ലൈനിലല്ലോ നമ്മൾ കാണാറുള്ളത്. ഇങ്ങനെയാണ് നന്നാകാൻ പോണത്, ഞാനാണ് നന്നാകാൻ പോണത്. ഒരു മത്സര ബുദ്ധിയോടുകൂടി ഒന്നുമല്ല, എന്റർടൈൻമെന്റ് തന്നെയായിട്ടാണ് നമ്മളത് ചെയ്യണത്. അപ്പൊ അതിൽ നമ്മളും കൂടി ഭാഗമാവുന്നു. അതാണ്. സലീമേട്ടൻ വന്ന സമയത്ത് ഞാനും ഏകദേശം വരുമ്പോ ഞാൻ അഭിനയിച്ച കുറച്ചൊക്കെ ആയിട്ടുണ്ട്. സലീമേട്ടൻ ഈ ചിരി എന്നോട് ഒരു തവണ ചോയ്സ് ഓർമ്മയുണ്ടോ? പ്രിയങ്ക ഈ ചിരി ആൾക്കാർ മണിച്ചേട്ടന്റെ പോലെ ഇഷ്ടപ്പെടുവോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും. അങ്ങനത്തെ ചിരിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്താണ് നമുക്കൊക്കെ. എന്തായാലും ചേച്ചിക്ക് എന്തെങ്കിലും പരിഭവോ പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് വയ്ക്കുകയാണ്. എനിക്കോ? നമ്മള് മധുരാജ ചെയ്യുമ്പോ എനിക്ക് പരിഭവം ഒന്നും ഇല്ല അല്ലേ. നമ്മള് മധുരാജയിലെ ലാസ്റ്റ് ചെയ്തത്. അപ്പൊ ആകെ ഒരു പരിഭവം ഉണ്ടായിരുന്നു, ഇത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിർത്തിയാ? എന്റെ ദൈവമേ, ഇത് നല്ലൊരു ന്യൂസ് അല്ലേ ഇത്. മൊത്തം സലീമേട്ട കണ്ടില്ലേ? എനിക്കിവിടെ ലോക പ്രേക്ഷകർ അത് നിർത്താൻ കാത്തിരിക്കുകയായിരുന്നു. അതെ, മധുരാജയ്ക്ക് ഞാൻ ഓർമ്മയുണ്ടോ? ഞാൻ ആകെ പറഞ്ഞ ഒറ്റ കാര്യമുള്ള, സലീമേട്ട ഇത് വേണ്ട സലീമേട്ട. കുറേ നടക്കുമായിരുന്നു, ഒത്തിരി. വലിയൊരു തന്നെ അറിവ്. മധുരാജ് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയും സലീമേട്ടും ഭയങ്കര ക്ലോസ് ആയിട്ട് വരും. ഇവരിങ്ങനെ ഓരോ തമാശയും പറയുമ്പോൾ നമ്മളിതിങ്ങനെ കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് ഞാൻ ഒരാളെ അവിടെ കാണിക്കാൻ കൊണ്ടുവന്ന്, ഓർമ്മയുണ്ടോ? മമ്മൂക്കാനെ കാണിക്കാൻ വേണ്ടി ഞാനൊരു ലേഡിയെ കൊണ്ടുവന്നു. അവര് വന്ന് ഹഗ് ചെയ്തിട്ട് അവിടെ കിടന്നു, നെഞ്ചത്ത് കിടന്നു മമ്മൂക്കാടെ. അത് ഞാൻ സലീമേട്ടോട് പറഞ്ഞു, സലീമേട്ട അത് കണ്ടാ ഞാൻ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന ആളാണ് ആ കിടക്കണത്. സലീമേട്ടൻ എന്ത് ചെയ്തെന്നറിയോ? സലീമേട്ടൻ ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് പോലും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. ആ നെഞ്ചിലൊന്ന് മമ്മൂക്കാടെ. സലീമേട്ടൻ എന്ത് ചെയ്തെന്നറിയോ? മമ്മൂക്കാട് പറയാൻ നിൽക്കണേ. ഞാൻ പറയല്ലേ, അതൊന്നും പറയാൻ പാടില്ല, നമ്മളത് അറിയാതെ പറഞ്ഞു പോയതല്ലേ, അത് അവതരിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യും ചിലപ്പോ ലൊക്കേഷനിൽ. അതാണ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോ ഒന്ന് വീഡിയോയിലൊന്ന് നമുക്കൊന്ന് വെറുതെ ഒരു രസത്തിന്. ശരി. എന്താ പേര്? നീലാംബരി. നല്ല പേര്. അതെ, എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. എന്താ ഹോബീസ്? ഐ മീൻ ഒഴിവ് സമയങ്ങളൊക്കെ ചിലവഴിക്കുന്നു? ഒഴിവ് സമയം കിട്ടാറില്ല. ഈ കല്യാണം നമ്മൾ ഓർമ്മിച്ചിരിക്കുന്നു. അത് ആസ്വദിച്ച് കാണുന്ന ചിരി ഇതാണ്. അയ്യോ, അതില് പെട്ടെന്ന് ആ സിനിമയിലെ സലീമേട്ട ആ സീൻ തുടങ്ങിയപ്പോ കണ്ടായിരുന്നു വേറൊരു ഭാഷയൊക്കെ. തട്ടിപ്പിന്റെ ഭാഷകളേ, കാരണം എങ്ങനെയെങ്കിലും ഓക്കെ കിട്ടണം ആ ഒരു സാധനം. ചേച്ചി എന്താ നീലാംബരി, ആ സാധനം മാത്രം ഒന്ന് ചുമ്മാ ഒന്ന്. നിനക്ക് എന്തിനാടി അത് കാണാനേട്ടോ? ചോദിച്ചോട്ടെ, പ്രിയങ്കയ്ക്ക് വേണ്ടിയാ ചോദിക്കണേ. എന്താ പേര്? നീലാംബരി. നല്ല പേര്. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. ഒഴിവ് സമയങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു? ഒഴിവ് സമയങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു? ഒഴിവ് സമയം കിട്ടാറില്ല. അയ്യോടാ, അയ്യോ സീരിയസ്ലി കേട്ടോ, എപ്പിക് സീനാണ്. ഈ കൾട്ടെന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു സിനിമയാണ് പുലിവാൽ കല്യാണം. അയ്യോ സീരിയസ്ലി. നമ്മളിപ്പോ കുറെ നേരം കൊണ്ട് കുഴപ്പിക്കണല്ലേ. ഒരു കാര്യം മീരക്ക് ഇട്ട് കൊടുത്താലോ? മീരൊന്ന് എന്തേലും പറയട്ടെ. നമ്മള് കുറെ ചോദിക്കണില്ലേ? ഞാൻ മീരോടൊരു വാക്ക് വെച്ച് മീര 5 പ്രാവശ്യം അടുപ്പിച്ച് പറയാം. എന്റെ പൊന്നെ ചേച്ചി, നമ്മള് കുറെ നേരം കൊണ്ട് മീര പറഞ്ഞത് മുഴുവൻ കേട്ട് നമ്മളിങ്ങനെ അല്ലേ. മീരയ്ക്കും വേണ്ട ഇങ്ങനെ ഇടയ്ക്കൊരു ഒരു പണി പറയട്ടെ. മുണ്ടിൽ ചെളി പുരളരുത്, ഒരു 5 പ്രാവശ്യം അടുപ്പിച്ച് പറഞ്ഞാൽ മതി. മുണ്ടിൽ ചെളി ഞാൻ പുളരാൻ പറഞ്ഞിട്ടില്ല, ഇത് പുളർച്ചെളി പോയി. മുണ്ടിൽ ചെളി പുളരരുതല്ലോ, അല്ല പുരളരുത്. പുരളരുത്. മുണ്ടിൽ ചെളി 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 പുരളരുത്. ഇന്ന് രാത്രി ചെന്നാലും ഒരു ചെറിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ചേച്ചി ഭയങ്കര സന്തോഷമുണ്ട്. ചേച്ചി ഈ പറഞ്ഞ പോലെ ഈ ഇടയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രവേശനമൊക്കെ നടത്തിയായിരുന്നു ചേച്ചി. അല്ല അത് ഞാൻ ഇലക്ഷൻ
മുമ്പ് നിന്നതല്ലേ? മുമ്പ് നിന്നാണ്. സലീമേട്ടൻ്റെ ഒരു രാഷ്ട്രീയ ചിന്തകൾ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരനാണ് സലീമേട്ടൻ. അത് ഈ വളരെ തുറന്നു പറയുന്ന ഒരാൾ കൂടിയാണ് അതെന്ത് സലീമേട്ടൻ. രാഷ്ട്രീയം കളവല്ലോ. ആണ് ആണ്. പിന്നെ ഇതിനാണ് നമ്മൾ ഇപ്പൊ പക്ഷേ ഈ സോഷ്യൽ മീഡിയയൊക്കെ വന്നപ്പോഴത്തേക്കുവേ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കുകൾ, കാരണം ഭയങ്കരമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയക്ക് മുമ്പുള്ള രാഷ്ട്രീയക്കാരനാണ്. എന്നാൽ എപ്പോഴെങ്കിലും സോഷ്യൽ രാഷ്ട്രീയ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പുള്ള രാഷ്ട്രീയക്കാരനാണ്. എന്നാലും ഇലക്ഷന് നിൽക്കുക കേട്ടാ? ഒരിക്കലും നിൽക്കില്ല. നിക്കത്തില്ല. ഞാൻ ഭാവനയിൽ ചോദിക്കുകയാണേ, സലീമേട്ടൻ ഇലക്ഷന് നിന്നു എന്നിരിക്കട്ടെ, നിൽക്കുന്നില്ല എന്ന് ഏട്ടൻ പറഞ്ഞു. എന്നാൽ നമുക്കൊരു ജസ്റ്റ് ഫോർ ഇമാജിനേഷൻ, എന്തായിരിക്കും സലീമേട്ടന് കൊടുക്കാൻ പറ്റുന്ന ചിഹ്നം? സലീമേട്ടനോ? ആ, ചിഹ്നം ഏതായിരിക്കും നല്ലത്? സലീമേട്ടൻ, സലീം കുമാർ ഇന്ന ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി നിങ്ങൾ വിജയിപ്പിക്കൂ. അല്ല, ചിഹ്നമല്ലല്ലോ ഒരാൾക്ക്. കൈപ്പത്തി എന്ന് പറയുന്ന ചിഹ്നത്തിലാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. അതെ അല്ലേ? അതെ. വേറെ ഏതെങ്കിലും ഒരു, കാരണം ഇപ്പൊ പലർക്കും ഉണ്ടല്ലോ ഇങ്ങനെ പുട്ടുകുറ്റി, പുട്ടുകുറ്റി ഒന്നും വേണ്ട, വേണ്ട. അല്ല, ടെലിവിഷനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? ടെലിവിഷൻ, അങ്ങനെ. ചേച്ചിക്കാണെങ്കിൽ ഒരു ചിഹ്നം ഇതുപോലെ കൊടുക്കാൻ, വെറുതെ ചേച്ചി ഇലക്ഷന് നിൽക്കുമ്പം നമുക്ക് ചേച്ചിയായിട്ട് റിലേറ്റ് ചെയ്ത ഏത് ചിഹ്നമാണ്? എല്ലാരും ശ്രദ്ധ നേടണം, അങ്ങനെ ഒരു ചിഹ്നം വല്ല ആവശ്യമുണ്ടോ? ആലോചിക്കുകയാണേ. എന്ത് ചിഹ്നം? എന്തൊക്കെ കേട്ടിട്ടുണ്ട്, കാപ്പിക്കുരു അങ്ങനത്തെ ചിഹ്നങ്ങളൊക്കെ നിൽക്കുന്ന ഉണ്ട്. ഏലക്ക, കാപ്പിക്കുരു ഒക്കെ അങ്ങോട്ട് ഇടുക്കി മേഖലയിലൊക്കെ ഉണ്ട്. ആ, റോസാപ്പൂ, ചെമ്പരത്തി, മുല്ലപ്പൂ ഒക്കെ. എന്തൊക്കെയാണ് നിനക്ക് എന്താ വേണ്ടത്? എനിക്കോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടത്തോളം വരെ എനിക്ക് വേണ്ടി വന്നിട്ട് നിനക്ക് ചിഹ്നം തന്നില്ലെങ്കിൽ. എന്നാലും സലീമേട്ട എന്തൊരു ചിഹ്നം ചേച്ചിയുടെ മുഖം കാണുമ്പോ? താമര. താമര. അയ്യോ, അത് പക്ഷെ ബിജെപിയുടെ ആണ്. വേറെ ഒരു ചേച്ചിയുടെ? എല്ലാരും ഉണ്ട്. ഈ ചിഹ്നങ്ങളൊക്കെ ഓരോരുത്തർ തന്നെ, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരെടുത്തിട്ടുള്ള ചിഹ്നങ്ങൾ. സലീമേട്ടന്റെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോ താമര. അവളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ചിഹ്നം കൊടുക്കുമ്പോ നല്ല ചിഹ്നം കൊടുക്കണമല്ലോ. എന്തോ വേറെ മനസ്സിലാലോചിച്ച പറയാതിരിക്കുക, എന്തോ ആലോചിച്ചു, എന്തോ വലിയ സാധനം ഒന്നാമത്തെ അതിലേക്ക് എത്തിയില്ല. ഓക്കെ, വേണ്ട, കുഴപ്പമില്ല. സലീമേട്ടൻ ഇപ്പൊ എന്തെങ്കിലും പറയണ്ടെങ്കിൽ ആള് തുറന്നു പറയുന്ന ആള് തന്നെ. എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. നമ്മുടെ ലൊക്കേഷനൊക്കെ ആണെങ്കിൽ തന്നെ എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ് അതറിയാതെ എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയം. എനിക്ക് ഇന്ന് വരെ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു പോലെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അല്ല സലീമേട്ട ഈ വെട്ടി തുറന്ന് പറയുന്നതാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്തൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും വേറൊരു രീതിയിലാണ്. നമ്മ പറയണ കാര്യം നമ്മ പറയണം. അല്ല, ആരെങ്കിലും അതിന്റെ താഴെ മെസ്സേജ് ചെയ്തു, കമന്റ് ചെയ്തു, അവരുടെ ഇഷ്ടമാണ്. നമുക്ക് ആരെയും ഒരിക്കലും നിർത്തലാക്കാൻ പറ്റില്ല. ഒരാളും ദ്രോഹിക്കരുത്, അത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മ പറയേണ്ട കാര്യങ്ങൾ നമ്മ തന്നെ പറയണം. എതിരുണ്ടാവും. അല്ല, അതിന്റെ പേരിൽ ഏതെങ്കിലും വധഭീഷണി, ഫോൺ കോൾസ് അങ്ങനെ എന്തെങ്കിലും ഫോൺ കോൾസോ വധഭീഷണി ഒന്നും വന്നിട്ടില്ല. പിന്നെ കമന്റുകൾ ഉണ്ടാവുന്നേ. കമന്റുകൾ വരട്ടെ, അവർക്കും ഇല്ലേ ഇത് അത് പറയണമെന്നുള്ള ആഗ്രഹം. മനസ്സിലായി, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പ്രിയങ്ക ചേച്ചിക്ക് ഒരുപാട് നന്ദി പറയാണ്. സലീമേട്ടന്റെ എന്ന് പറഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ പ്രായഭേദമന്യേ ഇങ്ങനെ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൈൽ സ്റ്റോൺ അതിന്റെ ഇടയിലിട്ട് പിടിച്ചു നോക്കിയേ. അല്ല, അതിപ്പം ഞാൻ സലീമേട്ടനെ അറിയാം. ഞാനിപ്പോഴും ഒരു അത്രയും പ്രായമൊന്നും ആയിട്ടില്ല. സലീമേട്ടൻ നന്നായിട്ട് അറിയാം. അല്ലെ സലീമേട്ടൻ? അല്ലെ, നമ്മുടെ പ്രായമൊക്കെ നമ്മളെ മനസ്സിലാഭേദമന്യെന്ന് നീ എന്തുകൊണ്ട് കുളപ്പുള്ളിലിരുന്ന് പറഞ്ഞില്ല? പ്രിയങ്ക വന്നപ്പോ പ്രായഭേദമന്യെന്ന് പറഞ്ഞേ ഇഷ്ടമില്ലത്. അതാണ് ശരിയല്ലേ? ഞങ്ങള് ഭാര്യയും ഭർത്താവ് ആണ്ടവനില് നമ്മള് ഭാര്യയും ഭർത്താവല്ലേ? മണിച്ചേട്ടന്റെ പടത്തിൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവ്, പാട്ടും ഡാൻസും ചെയ്തിട്ടുണ്ട്. പക്ഷെ പടങ്ങള് നല്ല രീതിയിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യുന്നുള്ളത് പറഞ്ഞു തരുന്ന ഒരാളുമാണ്. പിന്നെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എനിക്ക് സലീമേട്ടന്റെ അടുത്ത് വന്ന് നിൽക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. ഇങ്ങനെ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ ഓർത്ത് ഓടി വരിക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഇത്. ചേട്ടന് ഇതുപോലെ തന്നെ ആ നിർത്തി എന്ന് പറഞ്ഞത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ആരോഗ്യവും ആയുസ്സൊക്കെ ദൈവം നല്ലപോലെ തരട്ടെ. കുടുംബത്തിന് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. മോനിപ്പോ 9ാം ക്ലാസ്സിലായി, 14 വയസ്സായി. അനൂപ് സുഖമായിട്ടിരിക്കുന്നു. അമ്മോട് പ്രത്യേക അന്വേഷണം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ സലീമേന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ആൾക്കാരെല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇരുന്ന് നമ്മളുടെ ഒപ്പം പ്രോഗ്രാം കാണണമെന്ന് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, മീര അറിയാലോ, മീരയുടെ കൂടി ഇതുപോലെ ഒരു പ്രോഗ്രാമിന് അധികമൊന്നും ഞാൻ നിന്നിട്ടില്ല. പക്ഷെ കട്ടയ്ക്ക് എനിക്ക് ഒരു വാക്കെങ്കിലും ഒരു തവണ ഒന്ന് സ്ലിപ്പ് ചെയ്യിക്കാൻ പറ്റി. മുണ്ടിൽ ചെളി പുരളരുത്. അങ്ങനെ തന്നെ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അങ്കിൾ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ദൈവവിശ്വാസിയല്ലാന്ന്. സത്യാണോ? സത്യമാണോ? മോദിജിനെ കണ്ട ഇപ്പൊ പെട്ടെന്ന് എന്ത് പറയും സലീമേട്ടൻ? മോദിജി ഇതേ നേരിട്ട് വന്ന് നിൽക്കാണ്, ഫസ്റ്റ് പറയുന്ന കാര്യം. നമുക്കൊരേ മോഹം, നമുക്കൊരേ
മോഹം